നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത 17 വലപ്പാട് കോതകുളത്തിനടുത്ത് ടെമ്പോ ട്രാവലർ ഇടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. ദേശീയ സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ ഹൈജമ്പിൽ സ്വർണം നേടിയ സിംന സലാമിന് മതിലകം പൗരാവലി സ്വീകരണം നൽകി. പടിഞ്ഞാറ് വെമ്പല്ലൂരിൽ ആളൊഴിഞ്ഞ വീട് കത്തി നശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത 17 വലപ്പാട് കോതകുളത്തിനടുത്ത് നാടക പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലർ ഇടിച്ച് സൈക്കിൾ യാത്രികനായ വൃദ്ധൻ മരിച്ചു. മുരിയാംതോട് സ്വദേശി പുതിയ വീട്ടിൽ ഷൌക്കത്ത് അലിയാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. രാവിലെ 6 മണിയോടെ പാൽ വിതരണത്തിനായി സൈക്കിളിൽ കോതകുളത്തേക്ക് പോകുമ്പോൾ കോഴിക്കോട് സാഗർ കമ്മ്യൂണിക്കേഷൻസ് നാടക സംഘത്തിന്റെ പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന വാഹനം സൈക്കിളിൽ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇതേ വാഹനത്തിൽ ചന്ദ്രാപ്പിനിയിലെ അൽ ഇഖ്ബാൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു. വലപ്പാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ആമിനയാണ് ഭാര്യ. ഷബീർ, ഷജീർ എന്നിവർ മക്കളും സീനത്ത്, സാലിഹ എന്നിവർ മരുമക്കളുമാണ്. ദേശീയ സ്കൂൾ കായികമേളയിലെ സ്വർണ്ണ മെഡൽ ജേതാവ് മതിലകം OLF-GHS സ്കൂളിലെ വിദ്യാർത്ഥിനി സിംന സലാമിന് മതിലകം ഗ്രാമപഞ്ചായത്തും പൗരാവലിയും ചേർന്ന് സ്വീകരണം നൽകി. മതിലകം പള്ളിവളവിൽ നിന്നും തുറന്ന ജീപ്പിൽ വിവിധ താളമേളങ്ങളുള്ള ഘോഷയാത്രയുടെ അകമ്പടിയോടെ മതിലകം സെന്ററിലേക്ക് സിംനയെ സ്വീകരിച്ചാനയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, മേഖലയിലെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും ജനപ്രതിനിധികളും നേതൃത്വം നൽകി. തുടർന്ന് മതിലകം സെന്ററിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ വിവിധ സംഘടനകളും നേതാക്കളും സഹപാഠികളും സിംനയ്ക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിൽ പോയി നമ്മുടെ GV രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരത്തെ കുട്ടികൾ, അതുപോലെ തന്നെ ഹരിയാന ഉള്ള കുട്ടികൾ, പഞ്ചാബിലുള്ള കുട്ടികൾ, അങ്ങനെ ഒട്ടേറെ സംസ്ഥാനങ്ങളിലുള്ള കുട്ടികളെ പുറന്തള്ളിക്കൊണ്ടാണ് ഈ അത്ലറ്റിക് മീറ്റിൽ സിംന സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. അത് വലിയൊരു നേട്ടം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന തലത്തിലൊക്കെ നമ്മുടെ പഞ്ചായത്തുകൾ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിലും ദേശീയ തലത്തിൽ ആദ്യമായാണ് ഒരു കുട്ടി ഇത്തരത്തിലുള്ള ഒരു അവാർഡുമായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കുട്ടിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ആ കുട്ടിയെ മാത്രമല്ല, ആ കുട്ടിയുടെ കഠിനാധ്വാനം തന്നെയാണ് ആ കുട്ടിയെ ഇത്തരത്തിലുള്ള ഒരു മെഡല് നേടിക്കൊടുത്തത്. എന്നിരുന്നാലും ആ കുട്ടിയുടെ മാതാപിതാക്കളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും. വൈസ് പ്രസിഡന്റ് TS ഗോപിനാഥ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഉഫൂർ, ബിന്ദു സന്തോഷ്, ലൈന അനിൽ, സുലേഖ സുലൈമാൻ, OA ജെൻറിൻ, ഷീജ ബാബു, നവീന ചന്ദ്രൻ, VM സഗീർ, MK ബാലൻ, KK സഗീർ, CS ജയൻ, ബുഷറ അസീസ് എന്നിവരും സംസാരിച്ചു. പടിയൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ മൈത്രി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വിതച്ച നെൽകൃഷി വിളവെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനന്ദ കൃഷ്ണന്റെ നേതൃത്വത്തിൽ 5 പേരാണ് തരിച്ചിട്ടിരുന്ന 2 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കിയത്. ഉമ നെൽവിത്താണ് ഇവർ കൃഷിക്കായി ഉപയോഗിച്ചത്. ചൊവ്വാഴ്ച നടന്ന കൊയ്ത്തുത്സവം കാട്ടൂർ തെക്കും പാടശേഖര സമിതി പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റ് മല്ലിക മഞ്ഞിപ്പുരയ്ക്കൽ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനന്ദ കൃഷ്ണൻ, വാർഡംഗം VR രമേശ്, ശോഭന കുട്ടൻ, TK ലീല എന്നിവരും സംസാരിച്ചു. വാർഡ് 1 കുടുംബശ്രീ മൈത്രി കുടുംബശ്രീയാണ്. ഞങ്ങൾ കുടുംബശ്രീ തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു. തുടർച്ചയായിട്ട് കൃഷി നടത്തിയിരുന്നതാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് നടത്തണില്ല. പ്രാവശ്യം ഇപ്പോൾ തരിശ് നിലം എടുത്തിട്ട് കൃഷിപ്പണിയാണ്. അത് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് പണിയാനുള്ള സഹായം വെച്ചാൽ ഞങ്ങളുടെ കുടുംബശ്രീയിലെ അംഗങ്ങളുടെ സമ്പാദ്യം തന്നെ എടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ കൃഷി ചെയ്യുന്നത്. അതിലിപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട്. 5 പേരെന്ന് പറഞ്ഞാൽ കുടുംബശ്രീയിലുള്ളവരെന്നെ 5 പേരായിട്ട് കൃഷി നടത്തണം. അപ്പോൾ പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് കൂടുതലായിട്ട് അനുഭവപ്പെട്ടതിൽ. വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു പ്രാവശ്യം വിത്തിട്ട് പോയിട്ട് ഉണ്ടാക്കിയതാണ് വെള്ളം കിട്ടാണ്ടായിട്ട്. അത് പിന്നെ അതുകൊണ്ട് ഇത്തിരി സാമ്പത്തികം കൂടുതലായിട്ട് വന്നു. എങ്കിലും സംതൃപ്തി ഉണ്ട്.
കൃഷി നടത്തിയതിൽ. NGO യൂണിയൻ നാട്ടിക ബ്രാഞ്ച് സമ്മേളനം പ്രിയദർശിനി ഹാളിൽ നടന്നു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം TB ജഗദീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? 50 രൂപയിലേക്ക് ഡീസൽ വില എത്തി. 1 ലിറ്റർ ഡീസലിൽ 18 രൂപയുടെ നേട്ടം ഈ എണ്ണ കമ്പനികൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം മറച്ചു വെക്കപ്പെടുകയാണ്. ഒരു 6 രൂപ കൂടി ജനങ്ങളുടെ മേൽ ചുമത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നുള്ള പ്രഖ്യാപനമാണ് ഇതിന്റെ ഭാഗത്ത് വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി പറയുന്നത് എന്താ? നമ്മുടെ ലോകത്ത് രാജ്യങ്ങളിൽ ഇന്ന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം ലഭിക്കുന്ന, ഊർജം ലഭിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അത് ദൗർഭാഗ്യകരമാണ് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. എന്ന് വെച്ചാൽ ഡീസലിന്റെ വില ഇങ്ങനെ ഒന്ന് നിന്നാൽ പോലെ 75 രൂപയെങ്കിലും ആയെങ്കിൽ നമുക്ക് അഭിമാനപൂർവ്വം മറ്റു രാജ്യങ്ങളുടെ മുഖത്ത് നോക്കാൻ കഴിയും എന്നുള്ള നിലപാട് മൻമോഹൻ സിംഗ് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ 50 പൈസയും വർദ്ധിപ്പിക്കുമ്പോഴുണ്ടാകുന്ന സാഹചര്യം എന്താ? ഇത് സാധാരണക്കാരന്റെ ജീവിതത്തെ ദുഷ്കരമായി ബാധിക്കുകയാണ്. T. കൃഷ്ണൻ, CM ഗിരീഷ് മോഹൻ, K. അജിത് കുമാർ, P. വരദൻ എന്നിവരും സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KC ഗിരീഷിനെ പ്രസിഡന്റായും PK മോഹനെ സെക്രട്ടറിയായും V. വിമോദിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി കഥകളി ശില്പശാല സംഘടിപ്പിച്ചു. SSAയുടെ കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് തൃപ്പയാർ കളിമണ്ഡലത്തിന്റെ സഹകരണത്തോടെ AUP സ്കൂളിൽ നടത്തിയ ശില്പശാല കഥകളി നടൻ പീശപ്പള്ളി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വിഷയങ്ങളോട് താല്പര്യം കുറഞ്ഞു വരികയും ചെയ്യാണ്. ഒരു ചെറിയ സംഭവം മാത്രം പറഞ്ഞു നിർത്താം. ഒരു ചോദ്യമാണ് കുട്ടികളോട്. ഒരു ചെറിയ പുഴ വടക്ക് നിന്ന് തെക്കോട്ട് ഇങ്ങനെ വന്നു, വേറൊരു ചെറിയ പുഴ തെക്ക് നിന്ന് വടക്കോട്ട് ഇങ്ങനെ വന്നു. രണ്ടുപേരും കൂടി ഒരിടത്ത് ചേർന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക? ഒരു പുഴ വടക്കുന്ന് വന്നു, ഒരു പുഴ തെക്കുന്ന് വന്നു, രണ്ടും ചേർന്നു. എന്താ ഉണ്ടാവുക? സ്ഫോടനം ഉണ്ടാവില്ല. രണ്ട് പുഴയിൽ ചേർന്നാൽ എന്താണ് ഉണ്ടാവുക? രണ്ട് പുഴ ഉണ്ടാവുള്ളൂ, ഒരു പുഴയിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെ കണക്കിൽ പഠിപ്പിക്കുന്നത് തെറ്റല്ലേ? കണക്കിൽ എന്താ പഠിപ്പിക്കുന്നത്? ഒന്നും ചേർന്നാൽ, അപ്പൊ ഒരു പുഴയും വേറൊരു പുഴയും കൂടി ചേർന്നാൽ എന്താ ഉണ്ടാവേണ്ടത്? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായിരുന്നു. വലപ്പാട് EO AB ജയപ്രകാശ്, വാർഡ് മെമ്പർ C. ശങ്കരനാരായണൻ, മതിലകം BPO TS സജീവൻ, കവി K. ദിനേശ് രാജ, കളിമണ്ഡലം ചെയർമാൻ EB സദാനന്ദൻ, KB കൃഷ്ണകുമാർ, K. ഉദയകുമാർ, A. നന്ദിനി എന്നിവരും സംസാരിച്ചു. ഉപജില്ലയിലെ 5, 6, 7, 8 ക്ലാസുകളിലെ SC ST വിദ്യാർത്ഥികൾക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കർഷക സംഘം ചന്ദ്രാപിന്നി വില്ലേജ് സമ്മേളനം കർഷക സംഘം ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. പോരാട്ടം കേരളത്തിന്റെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും നടക്കുകയാണ്. ഏത് സംസ്ഥാനമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഒരു പുതിയ മുദ്രാവാക്യം വെച്ച് ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളായാലും സമരം നയിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി അതിശക്തമായ പോരാട്ടം നടത്തുകയും ആ പോരാട്ടത്തിന്റെ ഫലമായി രാജ്യത്ത് വന്ന കോൺഗ്രസ് സർക്കാരുകളായാലും അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ മാറ്റം നയിച്ച കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളായാലും അവരെല്ലാം നേടിക്കൊടുത്തിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികൾ നിലനിർത്തുന്നതിനും രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള വിലക്കയറ്റം തടയുന്നതിനും മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് നടക്കുന്നത്. AM യൂസഫ് അധ്യക്ഷനായിരുന്നു. MK ഫൽഗുണൻ, KG സുഖദേവ്, MK രാമചന്ദ്രൻ, AV സതീഷ്, KR ഹരി എന്നിവരും സംസാരിച്ചു. TV മനോഹരനെ സെക്രട്ടറിയായും AM യൂസഫിനെ പ്രസിഡന്റായും സമ്മേളനം തിരഞ്ഞെടുത്തു. ഇടവേള.